ഹലോ ഇന്നൊരു ചെറിയൊരു കഥയായാലോ. നമ്മുടെ അടുത്തൊരു സിറ്റി ഉണ്ട്, കോബ്ലൻസ്. അവിടേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നേരമൊക്കെ ഇങ്ങനെ പുലർന്നു വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള ഷെറോബിനും അജീഷയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇതേ കോബ്ലൻസിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഈ ഓട്ടം സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് പുറത്തൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ പോവായിരുന്നേ. ഞങ്ങൾ കോബ്ലൻസ് ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ ആരോടൊപ്പം എപ്പോൾ പോകണമെന്ന് എഴുതി വച്ചിരിക്കുന്ന പോലെ ആയിട്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കോബ്ലൻസിൽ ഇപ്പോൾ ഇവരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും കോബ്ലൻസ് സിറ്റിയിലെത്തിയിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് സിറ്റി കുറച്ച് മൂടി കെട്ടിയതുപോലെ ആയിരുന്നു. പിന്നെ എല്ലാ സിറ്റിയിലും ഉള്ളതുപോലെ ഇതുപോലെ ടൂറിസ്റ്റിനെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ഗിറ്റാറിസ്റ്റ് അവിടെയും ഉണ്ടായിരുന്നു. സിറ്റി സെൻറ്ററിൽ എത്തിയപ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കളർഫുള്ളായിട്ടുള്ള ഹാങ്ങിങ്സ് ആയിരുന്നു. സീസൺസ് ഒക്കെ ചേഞ്ച് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നടന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ദോയ്ഷെ എക്ക് എന്ന് പറയപ്പെടുന്ന ജർമ്മൻ കോർണറിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ അറിയപ്പെടുന്ന ജർമ്മൻ കോർണർ എന്നാണ്. ബിക്കോസ് ഇവിടെ റൈൻ റിവറും മോസൽ റിവറും ഒന്നിച്ച് ചേർന്ന സ്ഥലമാണ്. കോബ്ലൻസിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഈ ഒരു പ്രതിമയാണ്. ഇത് കൈസർ വിൽഹെം ഫസ്റ്റ്, ജർമ്മനിയുടെ ആദ്യ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് 1897 സ്ഥാപിച്ചത്. ഈ പ്രതിമയ്ക്ക് ചുറ്റുമായിട്ട് ജർമ്മനിയുടെ 16 സ്റ്റേറ്റുകളുടെയും പേരെഴുതിയിട്ടുണ്ട്. ഈ റിവേഴ്സ് എല്ലാം ചേരുന്ന ഇടമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് ആകൃതിയിലാണ് പണിതേക്കുന്നത്. പിന്നെ കേബിൾ കാറൊക്കെ ഉണ്ട് നമുക്ക് ഈ സിറ്റി മുഴുവൻ കാണാനായിട്ട്. ഈ കേബിൾ കാർ വഴി നമുക്ക് എയറൻബ്രെഡ് സ്റ്റൈൻ ഫോർട്ടിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്നും ഇങ്ങോട്ടത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന സാബിയുണ്ട്. ഈ 3 മുതലുകൾ കണ്ടല്ലേ, ചരിത്രം ഉറങ്ങുന്ന ബെർലിൻ വാൾ 1989 പൊളിച്ചപ്പോൾ അതിൻ്റെ പല പാർട്ടുകളും ജർമ്മനിയുടെ പല സിറ്റികളിലുമായി ഓർമ്മയ്ക്കായി കൊണ്ടുപോയി. അങ്ങനെ കോബ്ലൻസിന് കിട്ടിയതാണിത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് സെൻറ്റ് കാസ്റ്റർ ബസിലിക്കയിലാണ്. വളരെയധികം മനോഹരമായിട്ടുള്ള ഈ ചർച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ടവറുകളാണുള്ളത്. അതായത് ഒരു റോമൻ സ്റ്റൈലിലാണ് ഈ ചർച്ച് പണിതിരിക്കുന്നത്. കോബ്ലൻസിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഈ ചർച്ചിന് ഏകദേശം 1200ഓളം പഴക്കമുണ്ട് കേട്ടോ. എന്തായാലും ഇതിനകം വളരെയധികം പീസ്ഫുള്ളായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ചരിത്രം ഇറങ്ങുന്ന കോബ്ലൻസിൻ്റെ നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബി പോസിറ്റീവ്, മച്ച് ലവ്, രേഷ്മ. Bye.